السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا ورحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഹാജിമാരെ, അള്ളാഹു മഖ്ബൂലും അബ്റൂറുമായ അള്ളാഹു പൊരുത്തപ്പെടുന്ന കാമിലായ ഹജ്ജ് ഉംറയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമാണ്. അവിടുന്ന് നിസ്കരിക്കുകയും അവിടുന്ന് ദഅവത്ത് നടത്തുകയും ഒക്കെ ചെയ്ത ആ പള്ളി, അതിലൊക്കെ പോകുക എന്നുള്ള വലിയൊരു സൗഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്. ഇമാം നബവി റഹിമഹുല്ലാ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് തിരിഞ്ഞുകൊണ്ട് തൻ്റെ കാര്യം പടച്ച റബ്ബിനോട് തവസ്സുലാക്കി ദുആ ചെയ്യണം, അള്ളാഹുവിനോട് ശുപാർശ തേടണം, നബി തങ്ങൾ മുഖേന അള്ളാഹുവിനോട് കാര്യങ്ങൾ ചെയ്തു തരാൻ പറയണം. വമിൻ അഹ്സനി മാ യഖൂലു മാ ഹക്കാ അസ്ഹാബുനാ അനിൽ അത്തബി. ഇമാം നബവി റഹിമഹുല്ലാ തൻ്റെ അശിയത്തുൽ ഇലാഹിൻ്റെ 218 പേജിൽ പറയുന്നു, നമ്മുടെ അസ്ഹാബ് അത്തബി എന്ന് പറയുന്ന ഇമാമിനെ തൊട്ട് ഉദ്ധരിച്ചൊരു സംഭവമുണ്ട്, ഒരു പണ്ഡിതനെ തൊട്ട്. അത് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? അത്തബി പറയാണ്, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബറിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഫജാ അറാബിയുൻ, ഒരു അറാബി വന്നു, ഒരു ഗ്രാമീണൻ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിനോട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, സമഅതുല്ലാഹ യഖൂൽ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ, ഇത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാഹുവേ, റസൂലേ, അല്ലാഹുവിൻ്റെ റസൂലേ. എന്താണ്? വലൗ അന്നഹും ളലമു അൻഫുസഹും, ഒരു വിഭാഗം ആളുകൾ കുറേ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ, പാപങ്ങൾ പ്രവർത്തിച്ചാൽ, എന്നിട്ട് ജാഊക, അവർ തങ്ങളുടെ അടുത്ത് വന്നാൽ, ഫസ്തഗ്ഫറുല്ലാഹ്, എന്നിട്ട് അവർ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടി, നബിൻ്റെ ഹദറത്തിൽ വന്നിട്ട് പടച്ചവനോട് പൊറുക്കലിനെ തേടി, വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അള്ളാഹുവിൻ്റെ റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അള്ളാഹു അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും, അള്ളാഹു അയാളോട് കരുണ ചെയ്യും എന്ന് ഖുർആനിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തെറ്റും കുറ്റമൊക്കെ ചെയ്ത ആൾക്കാർ നബിയുടെ അടുത്തേക്ക് പോകണ്ടെന്നല്ല, അവർ പോകണം എന്നാണ് പറയുന്നത്. അവർ പോയിട്ട് അവർ വീട്ടിൽ നിന്നല്ല പടച്ചവനോട് പൊറുക്കലിനെ തേടുന്നത്. അള്ളാഹു തആല അവൻ്റെ ദൂതരായിട്ട് അവൻ്റെ ഏറ്റവും ശ്രേഷ്ഠരും ആദരണീയരുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തേക്ക് ചെല്ലുക. കാരണം നബി തങ്ങളുടെ പേര് ഷഫീഅ്, ശുപാർശകൻ എന്നാണല്ലോ. നബിൻ്റെ തിരു ഹദറത്ത് ചെന്നിട്ട് എന്ത് തെറ്റ് ചെയ്ത ആളുകളും, നബിയെ, അള്ളാഹുവേ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണേ എന്ന് റസൂലുള്ളാഹിൻ്റെ ഹദറത്ത് നിന്ന് അവർ പറഞ്ഞു. റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി, അള്ളാഹുവേ, ഇയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു അവരെ തൗബ സ്വീകരിക്കും, റഹീമൻ, അവരോട് വലിയ കാരുണ്യവും കാണിക്കും എന്ന് ഖുർആനിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ, ഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി, എൻ്റെ പാപങ്ങൾ പൊറുക്കലിനെ തേടാൻ വേണ്ടിയാണ് ഞാൻ വന്നത് നബിയെ. മുസ്തശ്ഫിയാൻ ബിക ഇലാ റബ്ബി, അങ്ങയെക്കൊണ്ട് അള്ളാഹുവിനോട് അങ്ങ് മുഖേന ശുപാർശ തേടിക്കൊണ്ടുമാണ് ഞാൻ വന്നത് എന്ന് അയാൾ പറയുകയും അദ്ദേഹം ഒരു 3 വരി കവിത ചൊല്ലുകയും ചെയ്തു. എന്താണ് ആ കവിത? യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ളുമുഹു فطاب من طيبهن القاع ملكم
നഫ്സി ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു മിന്നി സ്സലാമു അലൈക്കും മാ ജറൽ ഖലമു. മുത്തുനബിയെ പ്രശംസിച്ചുകൊണ്ടുള്ള 2 വരി പാട്ടും അദ്ദേഹം ഉണ്ടാക്കി പാടി. എന്താ പാട്ടിൻ്റെ അർത്ഥം? നഫ്സിൽ ഫിദാഉ യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായ അദ്മുഹു. ഈ സ്ഥലത്ത് മറമാടപ്പെട്ടിരിക്കുന്ന പ്രവാചകരെ, ഈ വിശുദ്ധമായ സ്ഥലത്ത് മറമാടപ്പെട്ടിരിക്കുന്ന പ്രവാചകരെ, ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വല്ലകമു. ഇവിടെ മറമാടപ്പെട്ടതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ പ്രദേശങ്ങളൊക്കെ സുഗന്ധപൂരിതമായിട്ടുണ്ട് അല്ലേ? മദീന മുനവ്വറ, നബിത്തങ്ങൾ അവിടെ മറമാടപ്പെട്ടു എന്നതുകൊണ്ട് അവിടെയൊക്കെ സുഗന്ധം നിറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാ നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു. അതുകൊണ്ട് അങ്ങ് താമസിക്കുന്ന ഈ ഖബറിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ ഇതാ സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങയുടെ മുന്നിൽ എൻ്റെ ശരീരം സമർപ്പിച്ചിരിക്കുന്നു. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. എന്തുകൊണ്ട്? ഈ ഖബറിനകത്താണ് വിശുദ്ധിയും, ഈ ഖബറിനകത്താണ് ദാനവും, ഈ ഖബറിനകത്താണ് എല്ലാ ബഹുമാനങ്ങളും ആദരവുകളും കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം ഇവിടെ സമർപ്പിച്ചിരിക്കുന്നു. അന്ത ശഫീഉല്ലദീ തുർജാ ശഫാഅതുഹു. അങ്ങാണല്ലോ ഷഫീ, ശുപാർശ ചെയ്യുന്ന ആൾ. അല്ലദീ തുർജാ ശഫാഅതുഹു, അങ്ങയുടെ ശുപാർശയാണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അലസ്സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു. സിറാത്ത് പാലത്തുമൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, കാല് വഴുതുമ്പോൾ അങ്ങ് ശുപാർശ ചെയ്തിട്ട് എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നതാണല്ലോ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞാനിതാ എൻ്റെ ശരീരം ഇവിടെ ഈ മഹത്തായ സ്ഥലത്ത് സമർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടണം അല്ലാഹുവിൻ്റെ റസൂലേ. അതും പറഞ്ഞിട്ട് സുമ്മൻ സറഫ, അയാൾ പോയി. ഇമാം അത്തബി ആണല്ലോ ഇത് പറയുന്നത്, അദ്ദേഹമാണല്ലോ ഇത് കണ്ടത്. അദ്ദേഹം പറയാണ്, അത്തബി മഹാപണ്ഡിതനാണ്, താബഈ പ്രമുഖനാണ്, ഒരു വലിയ ആലിമാണ്. അല്ലെങ്കിൽ ഫഗലബനി ഐനായ, അങ്ങനെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഫറഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മുത്തനബിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അത്തബിയെ ഇൽഹാഖിൽ അറാബിയ വബശ്ശിറുഹു ബി അന്നല്ലാഹ ഖദ് ഗഫറ ലഹു. ആറാബി ഉണ്ടാവും അവിടെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയും അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും പുറത്തുക്കപ്പെട്ടിട്ടുണ്ട്. അത്തബി പോയിട്ട് ആറാബിനോട് പറഞ്ഞു. ആറാബിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരുപാട് തെറ്റും കുറ്റമൊക്കെ ചെയ്തിട്ട് പോവുകയാണ്. അങ്ങനെ പോകാൻ പറ്റിയ സ്ഥലം തന്നെ മദീന. ഒരു ബേജാറും വേണ്ട, ഒരു സങ്കടവും വേണ്ട. അവിടെ നിന്ന് നമ്മളെ കുറ്റവും തെറ്റുമൊക്കെ ഏറ്റു പറയാം. നമുക്ക് കൂടുതൽ സമയമൊന്നും കിട്ടില്ല. എന്നാലും ഈ ആയത്തുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ, വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അവർ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് പാപങ്ങളൊക്കെ ചെയ്തിട്ട് നബി അങ്ങയോട് ജീവിച്ചിട്ട് അങ്ങയോട് പൊറുക്കലിനെ തേടുകയും അങ്ങയോട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടാൻ വേണ്ടി പറയുകയും ചെയ്താൽ അള്ളാഹുർക്ക് പുറത്തു കൊടുക്കും. നബി തങ്ങളുടെ ജീവിതകാലത്ത് അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്ത് എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത ആൾക്കാർ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുന്നിൽ വരും, നബിയെ ഞാൻ നന്നാവുകയാണ്, എനിക്ക് പാപങ്ങൾ പുറത്തു തരണം. റസൂലുള്ളാഹിൻ്റെ ഹദറത്ത് വന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും പൊറുക്കും. ലവജദുല്ല, അള്ളാഹിനെ അവരെത്തിക്കും. തവ്വാബൻ, തൗബ ചെയ്തതായിട്ട് എത്തിക്കും. റഹീമൻ, കാരുണ്യവാനായിട്ട് അള്ളാഹ് എത്തിക്കും. അള്ളാഹ് എത്ര പടച്ചവനെ ദേഷ്യം പിടിപ്പിച്ച ആൾക്കാരോടാണെങ്കിലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ തിരു ഹദറത്തിൽ ചെന്നിട്ട് ഇനി ഞാൻ എൻ്റെ പാപങ്ങളൊക്കെ ഒന്നും ചെയ്യൂല, എനിക്ക് പുറത്തു തരണം, ഞാൻ നന്നാവാൻ തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഹദറത്ത് നിന്ന്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദറത്ത് നിന്നല്ലേ അള്ളാഹിനോട് പറയണത്. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമൻ്റെ മുന്നിൽ നിന്നല്ലേ ഇയാളിത് പറയണത്. അള്ളാഹ് എങ്ങനെ തട്ടുക? അള്ളാഹ് തട്ടുമോ? ഒരിക്കലും തട്ടൂല. മാന്യന്മാർ തട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിചാരിച്ചിട്ട് പടച്ചോൻ അത് തട്ടിക്കളയില്ല. ഇത് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് സിയാറത്ത്. ഇമാം നബി റഹിമഹുല്ലാഹ് പറയുന്നു, 10ാമത്തെ കാര്യം യുസ്തഹബ്ബു അൻ യഖ്റുജ കുല്ല യൗമിൻ ഇലൽ ബഖീ, എല്ലാ ദിവസവും ബഖീഇലേക്ക് പുറപ്പെടൽ സുന്നത്താണ്.
ബഖീഉണ്ടല്ലോ, മദീനയിലെ മക്ബറിൻ്റെ പേരാണ് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ജന്നത്തുൽ ബഖീ. അവിടെ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. അത് വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്താണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞതിന് ശേഷമാകലും സുന്നത്താണ്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. മുത്തുനബി പോയിരുന്നു ഇടയ്ക്കിടയ്ക്ക് സിയാറത്ത് ചെയ്യാൻ. അപ്പം സലാം പറയാം, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലി അഹ്ലി ബഖീഇൽ ഖർഖദ്. ബഖീലുള്ള ആൾക്കാർക്കൊക്കെ പുറത്തു കൊടുക്കണേ എന്ന് ദ്വാരക്കാം. അല്ലാഹുമ്മ ഉഗ്ഫിർ ലനാ വലഹും, ഞങ്ങൾക്കും അവർക്കും പുറത്തു തരണേ എന്ന് അതും ദ്വാരക്കുക. ബഖീലൊക്കെ ദ്വാരക്കണേ, അതുപോലെ ഞങ്ങൾക്കും അവർക്കും പുറത്തു തരണേ എന്ന് ദ്വാരക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ നിന്ന് എത്ര പേരാ അവിടെ ഉള്ളത്? ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ എത്ര ആൾക്കാരാണ് അവിടെ കിടക്കുന്നത്? നമ്മുടെ ഉമ്മ ആയിഷ ബീവിയൊക്കെ ഉണ്ടല്ലോ അവിടെ. വെസൂറുൽ ഖുബൂർ അൽ-ആഖിറത്ത് ഫീഹി, അവിടെ പുറത്ത് കാണുന്ന കുറേ ഖബറുകളുണ്ട്, ആളുകൾക്കൊക്കെ നോക്കാൻ പറ്റി അവിടെ സിയാറത്ത് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഇബ്രാഹീമിൻ്റെ ഖബറുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബിൻ്റെ മകൻ ഹസൻ എന്നവർ, ഹുസൈൻ എന്നവരുടെ മകൻ അലി എന്നവർ, മുഹമ്മദ് ഇബ്നു അലി എന്നവർ, ജാഫർ സാദ് മുഹമ്മദ് എന്നവർ ഒക്കെ റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടികൾ. നബിൻ്റെ അമ്മായി സഫിയ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പോൾ അതിന് വലിയ മഹത്വമുണ്ട് ജന്നത്തുൽ ബഖീ സിയാറത്ത് ചെയ്യുക എന്നുള്ളത്. ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബറുണ്ട് അത്രേ, അതവിടെയാണ്, ഉഹുദിലാണ്. ഉഹുദിൽ ചെല്ലുമ്പോൾ ആദ്യം ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യണം. ജന്നത്തുൽ ബഖീയിൽ പോകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖബറും സിയാറത്ത് ചെയ്യണം. കാരണം ജന്നത്തുൽ ബഖീയിലെ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഇസ്ലാമിലൊരു ക്രമമുണ്ടല്ലോ, 1 അബൂബക്കർ, 2 ഉമർ, 3 ഉസ്മാൻ, 4 അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു നബിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല ജന്നത്തുൽ ബഖീയിലുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു ഇറാഖിലെ കൂഫയിലാണുള്ളത്. സിയാറത്ത് ചെയ്യാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കാണൂല കേട്ടോ, ഒക്കെ നിരപ്പാണ്. മുമ്പ് അവിടെയൊക്കെ ഖുബ്ബകളുണ്ടായിരുന്നു, അവിടെയൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഖബറൊക്കെ ഉണ്ട് അവിടെ. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഖുബ്ബൻ്റെ ഉള്ളിൽ ഒരുപാട് മഹാന്മാരായ സഹാബികളോ അഹ്ലു ബൈത്ത്പ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതൊന്നുമില്ല. കുറച്ച് കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ നിരപ്പാക്കി, ഒന്നും കാണാൻ കഴിയില്ല. പഴയ കാലത്ത് പോയ ആൾക്കാർക്കൊക്കെ തിരിയും ഇതിൻ്റെ ആളെ ഖബറാണ്, അല്ലാതെ ഒന്നും തിരിയില്ല. എന്താണാവോ ഇവരിതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത്? 10,000 സഹാബികളെ ഖബറുണ്ട് ജന്നത്തുൽ ബഖീയിൽ. 10,000. അവരെവിടെയാണ്, ആരാണ് ഖബർ എന്നൊന്നും തിരിയില്ല. നബിൻ്റെ ഇബ്രാഹിം എന്നവരെ ഖബർ മുമ്പ് അറിയായിരുന്നു. എനിക്കറിയില്ല ഇപ്പോൾ എവിടെയുള്ളത്. നമുക്ക് പറയാത്ത പ്രശ്നമൊന്നുമല്ല, മൊത്തത്തിൽ നമ്മളവരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നബിൻ്റെ വേറെ മകളുണ്ടല്ലോ, റുഖിയ ബീവി. റുഖിയ ബീവില്ലേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യയായിട്ടുണ്ടായിരുന്നവർ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറയുന്ന റസൂലുള്ളാഹി വലിയ സഹാബി വര്യനുണ്ട്. നബിൻ്റെ പോറ്റുമ്മ ഫാത്തിമ ബിൻത്ത് അസദ് ഉണ്ട്, അലി ഇബ്നു അബീ താലിബിൻ്റെ ഉമ്മ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരുണ്ട്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട. സഅദ് ഇബ്നു അബീ വഖാസ്, സഅദ് കൊണ്ട് സന്തോഷ വാർത്തയ്ക്കപ്പെട്ട അവരുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, എല്ലായിടത്തും ഹദീസ് കേട്ടില്ല നിങ്ങൾ, അവരുണ്ട്. ഹുബൈഷ് ഇബ്നു ഹുദാഫത്തു സഹ്മിയുണ്ട്. പിന്നെ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ ഉണ്ട്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പോൾ ഇവർ പറയാണ്, മഹാനായ ഇബ്രാഹിം എന്ന കുട്ടിൻ്റെ പേര് സലാം അറിയുന്ന കൂട്ടത്തിൽ എല്ലാവർക്കും സലാം പറയുക, എല്ലാവർക്കും ദ്വാരിക്കുക. ഈ ഫാത്തിമ ബീവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉമ്മാൻ്റെ ഖബർ. ഹസൻ ബിൻ അലി എന്നവരെ ഖബർ, ഫാത്തിമ ബീവിൻ്റെ മകൻ ഹസൻ ഹുസൈൻ, അവരെ ഖബറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ. പിന്നെ സൈനുൽ ആബിദീൻ എന്നവരെ ഖബറുണ്ട്. ബാഖിർ ബിൻ സൈനുൽ ആബിദീൻ, ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. ഈ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിലാണല്ലോ കൊല്ലപ്പെട്ടത്.
അവരുടെ തല എന്ത് ചെയ്തു? ഭരണാധികാരി മദീനയിലേക്ക് കൊടുത്തയച്ചു എന്ന്. അങ്ങനെ മദീനയിലാണ്, ഈ ജന്നത്തുൽ ബഖീയിലാണ് അവരുടെ ഖബറുള്ളത് എന്ന് ഇബ്നു സഅദ് റഹിമഹുല്ല തൻ്റെ തബഖാത്തിൽ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഫാത്തിമ ബീവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹുസൈൻ എന്നവരുടെ തലുള്ളത്. അപ്പോൾ അവർക്കൊക്കെ സലാം പറയാം. അങ്ങനെ പണ്ഡിതന്മാരുടെ ഒരുപാട് മഹാന്മാരുടെ ഖബറുണ്ട്. അബൂ സുഫിയാൻ്റെ ഖബറുണ്ട്. ഈ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നബി തങ്ങളുടെ ഭാര്യമാരില്ലെന്ന് ഖദീജ ബീവിയും മൈമൂന ബീവി ഒഴികെ ബാക്കിയുള്ള എല്ലാ മുത്തുനബിൻ്റെ ഭാര്യമാരും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ്റെ ഖബറും മദീനയിലാണ്. ഖദീജ ബീവിൻ്റെതും മൈമൂന ബീവിൻ്റെ ശരീഫിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചരിത്രമൊക്കെ പറഞ്ഞ് ഓർമ്മ ഉണ്ടാവും നിങ്ങൾ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മറമാടാൻ റസൂലുള്ളാഹിൻ്റെ തൊട്ടടുത്ത് മറമാടാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നവരെ കൊന്ന ആ ടീം സമ്മതിച്ചില്ല. അങ്ങനെ അത് മാറ്റിയിരുന്നു. ആയിഷ ബീവി സമ്മതം കൊടുത്തതായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബൂബക്കർ തങ്ങളുടെയും ഉസ്മാൻ റളിയല്ലാഹു തആല ഖബറിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്, ഒരു ഖബറിനുള്ള സ്ഥലമുണ്ട്. അതാർക്കാണെന്ന് ചോദിച്ചാൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരുമല്ലോ, എന്നിട്ട് ഇവിടെ നമുക്ക് ഭരിക്കുമല്ലോ. അങ്ങനെ മദീനയിൽ പോകും, അവിടെ നിന്ന് വഫാത്താവുക. അവിടെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ അവിടെ ആ റൗള ഷരീഫിൽ ആ മുത്തനബിൻ്റെ തൊട്ടടുത്തുണ്ടാകും. ഉസ്മാൻ റളിയല്ലാഹു ഖബറൊന്നും ഇപ്പോൾ തിരിച്ചറിയില്ല. പഴയ കാലത്തൊക്കെ വലിയ കുബ്ബയും ആളുകൾക്ക് സിയാറത്തിനൊക്കെ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞപ്പോൾ തീരൂല, അത്രയുണ്ട്. അല്ലാഹ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഉഹുദിലാണുള്ളത്. ഉഹുദിലെ സിയാറത്തും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, അർഹമർ റഹീമായ കാരുണ്യവാനായ അല്ലാഹുവേ, ഈമാനോട് കൂടിയുള്ള മരണം നൽകണേ റഹ്മാനെ. വിശുദ്ധമായ ഈ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പാപങ്ങൾ പൊറുക്കപ്പെട്ട് തിരിച്ചു വരാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ അന്ത്യവിശ്രമം ഈ പുണ്യമായ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മഹാന്മാരുടെ ഉറങ്ങിക്കിടക്കുന്ന ഈ മഖ്ബറയിൽ ഹബീബായ മുത്തുനബിയുടെ ചാരത്ത് ഒരു സ്ഥലം ഞങ്ങൾക്ക് നീ ഒരുക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സ്വാലിഹീങ്ങൾ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സ്വാലിഹീങ്ങൾ പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ അമലും സ്വഭാവവും നന്നാക്കി തരണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ റബ്ബേ. ഓരോ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ മഹത്തായ ഫضل കൊണ്ട് ഫലസ്തീനിലും മറ്റുമൊക്കെയുള്ള പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ വിഷമങ്ങൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. അവരുടെ ശത്രുക്കളെ നീ ചിന്ന ഭിന്നമാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിഔലാദിനാ വലിഅസ്വാജിനാ വലിജമീഇൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.